നമുക്ക് കപ്പ പുഴുക്ക് ഉണ്ടാക്കി നോക്കാം. തേങ്ങ അരയ്ക്കാതെയാണ് ഞാൻ ഈ കപ്പ പുഴുക്ക് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമുള്ള കപ്പ ഒരു 2 വലിയ കപ്പ എടുത്ത് നല്ലപോലെ കഴുകി ചെളിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കൊത്തി അരിഞ്ഞ് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. ഞാൻ ഒരു 2 പ്രഷർ കേൾപ്പിച്ചിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള എരിവിന് ഒരു 10-12 പച്ചമുളകും ഒരു വലിയ കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെക്കുക. കപ്പ വെന്തത് ഊറ്റി വാർത്ത് വെക്കണം. എന്നിട്ട് ഒരു ഉരുളി എടുത്തിട്ട് അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഉഴുന്നുപരിപ്പ് ഇടുക. കുറച്ച് വറ്റൽമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. ഞാൻ ഓൾറെഡി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചെടുത്താണ് കടുക് പൊട്ടിക്കാൻ ഒഴിച്ചത്. അതുകൊണ്ടാണ് ഒരു ചെറിയ മഞ്ഞ കളറ് കണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് നല്ലപോലെ മൂത്ത ശേഷം നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഈ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കി യോജിപ്പിക്കണം. ഇതിനോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. കപ്പയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും. ഇനി കപ്പയും കൂടി ഇട്ടിട്ട് ഈ മുളകും എല്ലാം കൂടെ യോജിച്ച് വരുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണം, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഉടച്ചെടുക്കണേ. എത്രയോ ഉടയുന്നത് അത്രയും നല്ല ടേസ്റ്റ്. സാധാരണ നമ്മൾ ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇട്ടാണ് ചതച്ചെടുക്കുന്നത്. ഇത് തേങ്ങ ഇടാതെ പച്ച വെളിച്ചെണ്ണ മേളിൽ ഒഴിക്കണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. ഇന്നിവിടെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറിയും കപ്പയും കൂടെ കഴിക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫും ഏത്തയ്ക്കാപ്പവും നല്ല ടേസ്റ്റാന്ന് കേട്ടതുകൊണ്ട് കുറച്ച് ഏത്തയ്ക്കാപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയിരുന്നു. രണ്ടും കൂടെ കഴിച്ചത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റിൽ കഴിച്ചത് കൊണ്ടാവാം. എന്തായാലും 3ഉം സെപ്പറേറ്റ് ആയിട്ട് നല്ല ടേസ്റ്റ്. കപ്പയും ബീഫും നല്ല കോമ്പിനേഷൻ തന്നെ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്